ഇനി കാർഷിക വാർത്തകൾ. സംസ്ഥാനത്ത് റബ്ബർ വില കിലോഗ്രാമിന് 250 രൂപ കടന്നു. രാജ്യാന്തര വിപണിയിലെ ഉയർച്ചയും ഇറക്കുമതി തടസ്സങ്ങളും വിലയുയരാൻ കാരണമായപ്പോൾ ഉൽപാദനക്കുറവ് കർഷകർക്ക് തിരിച്ചടിയായി. സംസ്ഥാനത്ത് റബ്ബർ വിലയിൽ ശ്രദ്ധേയമായ വർധനവ്. കിലോഗ്രാമിന് 250 രൂപ കടന്നത് ഏറെ നാളുകൾക്ക് ശേഷമാണ്. രാജ്യാന്തര വിപണിയിൽ വില 270 രൂപയ്ക്ക് മുകളിലെത്തിയതും തായ്ലൻഡിലും മലേഷ്യയിലുമുള്ള ഉൽപാദനക്കുറവും ഈ വർധനയ്ക്ക് പിന്നിലെ പ്രധാന കാരണമായി. കൂടാതെ ക്രൂഡ് ഓയിൽ വില ഉയർന്നതോടെ സിന്തറ്റിക് റബ്ബർ നിർമ്മാണ ചെലവ് കൂടുകയും പ്രകൃതിദത്ത റബ്ബറിന് ആവശ്യകത വർദ്ധിക്കുകയും ചെയ്തു. എന്നാൽ വില ഉയർന്നിട്ടും കർഷകർക്ക് പ്രതീക്ഷിച്ച നേട്ടമില്ല. സ്റ്റോക്ക് കുറവും വേനൽ ചൂടിനെ തുടർന്ന് ടാപ്പിംഗ് കുറഞ്ഞതുമാണ് കാരണം. വർഷാരംഭത്തിൽ തന്നെ പലരും സംഭരിച്ച റബ്ബർ വിറ്റഴിച്ചിരുന്നു. ഇതിനിടെ അസംസ്കൃത വസ്തുക്കളുടെ വിലവർധന ടയർ വ്യവസായത്തെ പ്രതിസന്ധിയിലാക്കി. ഇറക്കുമതി തീരുവ കുറയ്ക്കണമെന്ന ആവശ്യം ശക്തമാണ്. ചില വസ്തുക്കൾക്ക് താൽക്കാലിക ഇളവ് നൽകിയെങ്കിലും പ്രധാന ഘടകങ്ങൾക്ക് ഉയർന്ന തീരുവ തുടരുന്നതായി വ്യവസായ സംഘടനകൾ പറയുന്നു. വിപണിയിൽ ടയർ വില കൂടി ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ ഗോതമ്പ് സംഭരണത്തിൽ ഈ വർഷം കുറവ് രേഖപ്പെടുത്തി. മധ്യപ്രദേശിലെ വാങ്ങൽ ഇടിവും കാലാവസ്ഥാ പ്രശ്നങ്ങളും പ്രധാന കാരണമായി മാറി. 2026 ഏപ്രിൽ 30 വരെ ഇന്ത്യൻ സർക്കാർ ബഫർ സ്റ്റോക്കിനായി 23.25 ദശലക്ഷം ടൺ ഗോതമ്പാണ് സംഭരിച്ചത്. കഴിഞ്ഞ വർഷം ഇതേ സമയം ഇത് 25.63 ദശലക്ഷം ടണ്ണായിരുന്നു. മധ്യപ്രദേശിൽ നിന്നുള്ള വാങ്ങൽ കുറഞ്ഞതാണ് പ്രധാന കാരണം. രണ്ടാം പകുതിയിൽ വാങ്ങലിൽ പുരോഗതി ഉണ്ടായിട്ടും ആകെ സംഭരണം ഇപ്പോഴും കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവാണ്. ഈ വർഷം ജൂൺ 30ഓടെ 34.5 ദശലക്ഷം ടൺ ഗോതമ്പ് വാങ്ങാനാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത്. പഞ്ചാബിലും ഹരിയാനയിലും പ്രതിദിന വരവ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ലക്ഷ്യത്തിന്റെ 97% ഇതിനകം കൈവരിച്ചിട്ടുണ്ട്. പഞ്ചാബിൽ സംഭരണം 7% ഉയർന്ന് 11.10 മെട്രിക് ടണ്ണിലെത്തി. കാലാവസ്ഥാ പ്രശ്നങ്ങൾ മൂലം ഗുണനിലവാരക്കുറവുണ്ടായിട്ടും വാങ്ങൽ തുടരുകയാണ്. ഹരിയാനയിൽ 7.2 മെട്രിക് ടൺ ലക്ഷ്യം മറികടന്ന് 7.66 മെട്രിക് ടൺ സംഭരണം നടന്നു. ഇത് 17% വർധനവാണ്. അതേസമയം മധ്യപ്രദേശിൽ വാങ്ങൽ വലിയ തോതിൽ കുറഞ്ഞു. ആദ്യ പകുതിയിൽ 91% ഇടിവുണ്ടായെങ്കിലും പിന്നീട് കുറച്ച് മെച്ചപ്പെട്ടു. സംസ്ഥാനത്ത് MSPക്കൊപ്പം ബോണസും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ സംഭരണം കുറഞ്ഞപ്പോൾ ബീഹാറിൽ 36% വർധനവുണ്ടായി. സീസണൽ അല്ലാത്ത മഴ മൂലം ഗോതമ്പിന്റെ ഗുണനിലവാരം ബാധിച്ചതും സംഭരണത്തെ പ്രതികൂലമായി ബാധിച്ചു. ഇതിനാൽ കുറഞ്ഞ ഗുണമേന്മയുള്ള ധാന്യങ്ങൾ പ്രത്യേകം സംഭരിക്കാൻ കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഗോതമ്പ് സംഭരണത്തിൽ ഇപ്പോഴും ശ്രദ്ധയും നിയന്ത്രണവും അനിവാര്യമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്ത് 2026-27 പഞ്ചസാര സീസണിൽ ഉൽപാദനം ഉയരുമെന്ന പ്രവചനം. മികച്ച കാലാവസ്ഥയും കരിമ്പ് വിളവെടുപ്പും പിന്തുണയായി. ഉൽപാദനം ഏകദേശം 12% വർദ്ധിച്ച് 33.6 മില്യൺ ടണ്ണിലെത്തുമെന്നാണ് റിപ്പോർട്ട്. 2026 ഒക്ടോബറിൽ ആരംഭിക്കുന്ന പഞ്ചസാര സീസണിൽ ഇന്ത്യയുടെ ആകെ പഞ്ചസാര ഉൽപാദനം 33.6 മില്യൺ ടണ്ണായി ഉയരുമെന്നാണ് അമേരിക്കൻ കാർഷിക വകുപ്പിന്റെ പ്രവചനം. നിലവിലെ 30 മില്യൺ ടണ്ണിൽ നിന്നും ഏകദേശം 12% വർധനവാണിത്. ഫീൽഡ് സർവേയുടെ അടിസ്ഥാനത്തിൽ മഹാരാഷ്ട്രയിലെ പ്രധാന കരിമ്പ് കൃഷി മേഖലകളിൽ വിള നല്ല നിലയിൽ തുടരുന്നതായും റിപ്പോർട്ട് പറയുന്നു. 2026 മാർച്ചിൽ മഹാരാഷ്ട്രയിലെ പ്രാഥമിക കരിമ്പ് കൃഷി ജില്ലകളിലായി നടത്തിയ ഫീൽഡ് സർവേ നിരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി 33.4 ദശലക്ഷം ടൺ ക്രിസ്റ്റൽ ഷുഗറും 62,000 ടൺ ഗണ്ടാരിയും ഉൾപ്പെടെ അസംസ്കൃത മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ 33.6 ദശലക്ഷം ടൺ ഉൽപാദനം ഉണ്ടാകുമെന്ന് FAS ന്യൂഡൽഹിയും പറഞ്ഞു. ആരോഗ്യകരമായ വളനിലയങ്ങളും അനുകൂലമായ വളർച്ചാ സാഹചര്യങ്ങളും ഈ പ്രവചനത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർച്ചയായ 2 വർഷത്തെ അനുകൂലമായ മൺസൂൺ മഴയാണ് പ്രധാന ഉൽപാദന മേഖലകളിൽ ഭൂഗർഭ ജലനിരപ്പും ഉപരിതല ജലലഭ്യതയും പുനഃസ്ഥാപിച്ചതിന്റെ ഫലമായി 12% ഉൽപാദന വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് കരിമ്പിന്റെ തീവ്രമായ ജല ആവശ്യകതകളെ നേരിട്ട് പരിഹരിക്കുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.